ഈ മാല എന്റെയാ, ഒരു അത്യാവശ്യം വന്നുകൊണ്ട് വിൽക്കുന്നതാ. ആ ഇരിക്കും, ഞാൻ ഓണറോട് റേറ്റിന്റെ കാര്യം സംസാരിക്കട്ടെ. സാർ, ഈ മാലയാണ് ഇന്നലെ കാണാതെ പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞത്. ഓ, ഇതവർ ഇവിടുന്ന് വാങ്ങിയതാ. ഇതിപ്പോ എവിടെ നിന്ന് വന്നു? ഇത് ഈ പെൺകുട്ടി വിൽക്കാൻ കൊണ്ടുവന്നത്. അവരോട് അവിടെ ഇരിക്കാൻ പറയും, ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം. അയാൾ വീണ്ടും മാല നോക്കിയതിനു ശേഷം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആരോടോ സംസാരിച്ചു. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ ആരാ സംസാരിക്കുന്നത്? ഇതാണ് സംഭവിച്ചത്. മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ചെയ്തതല്ല. എന്റെ ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാ ഇതൊക്കെ. ഇതെന്താ വീണ്ടും പോലീസൊക്കെ വന്നേക്കുന്നു? ആ സ്വർണത്തിന്റെ കേസാ. ശാന്തേച്ചിയുടെ കയ്യില് ആ സ്വർണത്തിന്റെ ബാക്കിയുണ്ടെന്നാ പറയുന്നേ. ആ, ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ ഏറെ കുറെ മനസ്സിലായി കാണുമല്ലോ. ഇവർക്ക് സ്വർണ്ണമാല കിട്ടിയതേ ഈ മുറ്റത്തുനിന്നാ. അതായത് കാണാതായ സ്വർണത്തിന്റെ കൂട്ടത്തിലുള്ള മാല. അപ്പൊ പിന്നെ കാണാതായ സ്വർണം ഇവിടെ തന്നെ കാണുമല്ലോ. അതിവിടെ ഉണ്ടായതുകൊണ്ടാണല്ലോ അതിന്ന് ആ മാല മാത്രം ഇവർക്ക് കിട്ടിയത്. അതെങ്കിൽ എടുക്കണോ? സാർ, ഇതാണ് തൊണ്ടി മുതലായി കിട്ടിയിരിക്കുന്ന ആ സ്വർണ്ണമാല. ഇതിന്റെ ബാക്കിയാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ പിന്നെ എന്റെ ചോദ്യം ഇതാ, ബാക്കി സ്വർണം എവിടെ?